ഒരു മന്ത്രിയെ ദേവസ്വം ബോർഡിൽ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പ് നടക്കാതിരിക്കാൻ ആ മന്ത്രി അത് മോണിറ്റർ ചെയ്യണം. അയാളൊരു സത്യസന്ധനായിരിക്കണം. അയാളും അതിനകത്ത് ഭാഗമാക്കുകയോ പണം അടിച്ച് മാറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും പ്രതിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് മന്ത്രിമാരുണ്ടാവും ഓരോ കാലഘട്ടത്തിൽ. അവരിതിൻ്റെ ആൻസറബിളാണ്. പലരും ചാനലിലൊക്കെ വന്നിരുന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന കണ്ടു. കള്ളന്മാർ മോട്ടിച്ച് അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പിൻബലം കൊണ്ടോ നടക്കില്ല. ഈ മുരാരി ബാബു തന്നെ ആയിരിക്കണം ഈ ശബരിമലയിലെ മിക്കവാറുള്ള സ്വർണം കടത്താനുള്ളതിൻ്റെ ബുദ്ധിരാക്ഷസൻ അയാൾ തന്നെയാണ്. ജോർജ് ജോസഫ് സാർ, കഴിഞ്ഞ എപ്പിസോഡ് നമ്മൾ ചർച്ച ചെയ്ത് നിർത്തിയത് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ പിന്നിലുള്ള ബുദ്ധി കേന്ദ്രം ഒരുപക്ഷെ മുരാരി ബാബു ആയിരിക്കുമോ എന്ന തരത്തിലായിരുന്നു ചർച്ച നമ്മൾ അവസാനിപ്പിച്ചത്. ഇനി ചോദിക്കാനുള്ളത്, ഈ ശരിക്കും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പിന്നിൽ മുരാരി ബാബുവിനെ പോലുള്ളവർ മാത്രമാണോ ഉണ്ടാവുക, അതോ ഇനിയും തിരിച്ചറിയാത്ത വമ്പൻ സ്രാവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇനിയും ഇല്ല. ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മുരാരി ബാബു വന്ന ശേഷമാണ് ഈ മോഷണങ്ങൾ അത്രയും നടന്നിരിക്കുന്നത്. അയാൾ കാലാകാലങ്ങളുള്ള പ്രസിഡന്റിനെയും മെമ്പേഴ്സിനെയൊക്കെ അവിടെയുള്ള സ്റ്റാഫിനെയും യൂസ് ചെയ്തു. പക്ഷേ ഇതിൻ്റെ മെയിൻ ബ്രെയിൻ മുരാരി ബാബു തന്നെ എന്നെനിക്ക് തോന്നുന്നു. അയാളോടൊപ്പം അതേ റാങ്കിൽ തന്നെ നിൽക്കുന്നയാളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് അടിച്ചു മാറ്റുന്ന സ്വർണം അവിടുന്ന് കൊണ്ടുപോകാനും കടത്താനും അത് വിൽക്കാനുമുള്ള സംവിധാനമുണ്ട്. അതിന് മുരാരി ബാബുവോ അവിടുത്തെ പ്രസിഡൻറ്റോ അല്ലെങ്കിൽ അവിടുത്തെ മെമ്പേഴ്സോ അത് ശബരിമല ആരും പോകണ്ട. അത് കൃത്യമായിട്ട് മുരാരി ബാബു അവിടുന്ന് കടത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും അയാളുടെ ശിങ്കടികളും അത് നിർവഹിച്ച്. പക്ഷെ അതിനൊരു കണക്കൊന്നും അവർക്കില്ല. കിട്ടുന്ന പൈസ വാങ്ങിക്കാനായിട്ടുള്ളൂ. അതിനകത്തൊരു 70-80% ഉണ്ണികൃഷ്ണൻ പോറ്റിയും പുള്ളിയുടെ കൂടെ സഹകരിച്ച ആൾക്കാരും അടിച്ചു മാറ്റി. ബാക്കിയുള്ള ഭാഗം മാത്രമാണ് ഈ മുരാരി ബാബുവിൻ്റെ കൈ വന്നിട്ടുള്ളൂ. എങ്കിലും 38 കിലോയുടെ സ്വർണത്തിൻ്റെ കണക്ക് പറഞ്ഞേ പറ്റുള്ളൂ. അത്രയും അടിച്ചു മാറ്റിക്കഴിഞ്ഞ് ഇനി അവിടെ കൂടി വന്നാൽ ഒരു 10-20 പവൻ്റെ മതിയോ. അവിടെ ഇരിക്കുന്ന ചെമ്പ് അതിലെ പൂശാൻ അതിൻ്റെ ആവശ്യമുള്ളൂ. ബാക്കി സ്വർണം മുഴുവൻ കടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കലാകാലത്തിൽ ഈ മുരാരി ബാബു തന്നെ ആയിരിക്കണം ഈ ശബരിമലയിലെ മിക്കവാറുള്ള സ്വർണം കടത്താനുള്ളതിൻ്റെ ബുദ്ധിരാക്ഷസൻ അയാൾ തന്നെയാണ്. അതിൻ്റെ ടൂൾസാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. അയാളും അടിച്ചു മാറ്റുന്നതിൽ വിദഗ്ധനാണ്. ഇയാളുടെ ഒപ്പം തന്നെ ചേർന്നതും അയാൾ. അതുകൊണ്ടാണ് രണ്ടുപേരും ഇതിനകത്ത് കൃത്യമായി ഓരോ കാലഘട്ടത്തിലും അധികാരത്തിൽ വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരെയും അതുപോലെ തന്നെ അന്നത്തെ സ്റ്റാഫുകളെയും രാഷ്ട്രീയ പാർട്ടികളെയും മറ്റും അവരെ കൈക്കലാക്കി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ കൊടുത്ത് അവരെ വശത്താക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. സാർ, മറ്റൊരു കാര്യമുള്ളത്, നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രശാന്ത് അടക്കമുള്ളവരിലേക്ക് അന്വേഷണം വരാനുള്ള സാധ്യതയുണ്ടോ എന്നാണ്. അദ്ദേഹം പലതവണ കൈമലർത്തിയതാണ് അന്വേഷണം നടക്കട്ടെ, യഥാർത്ഥ പ്രതികൾ അറസ്റ്റിലാകട്ടെ, തനിക്കൊരു പങ്കുമില്ല, പ്രശാന്ത് വീട് നിർമ്മിച്ചതിനെതിരെയൊക്കെ ആരോപണം ഉയർന്നതാണ്. അപ്പോൾ ഈ പ്രശാന്തിന് എന്തെങ്കിലും തരത്തിലുള്ള പങ്കുണ്ടോ? അങ്ങനെ അന്വേഷണം പോകാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും എല്ലാ പ്രസിഡന്റുമാരുടെ കാലഘട്ടത്തിൽ ഇത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം 1999 മുതൽ 2025 വരെ പലരും ചാനലിലൊക്കെ വന്നിരുന്ന് രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന കണ്ടു. കള്ളന്മാർ മോട്ടിച്ച് അതിൻ്റെ പങ്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ പിൻബലം കൊണ്ടോ നടക്കില്ല. ഇത് ക്രിമിനൽ കേസുകളാണ്. മറ്റേ രാഷ്ട്രീയ പ്രസംഗം നമുക്ക് എവിടെ പോയി നടത്താം. ചിലപ്പം ഭരണകക്ഷി അത് കുറേയൊക്കെ സപ്പോർട്ട് ചെയ്തെന്ന് വരും. ഒരു പരിധി കഴിഞ്ഞാൽ ഭരണകക്ഷി കൈവിടും. ഇവർ അകത്ത് പോയി കിടക്കണം, ഇവർ തന്നെ സമാധാനം പറയണം. അതിനൊരു ഗവൺമെൻറ് സമാധാനം പറയേണ്ട ഉണ്ടാവില്ല. ഗവൺമെൻറ്റിൻ്റെ പിൻബലത്തോടെ അതിൻ്റെ ഗവൺമെൻറ്റിൻ്റെ ചാരി നിന്നുകൊണ്ട് ഇതുപോലുള്ള മോഷണങ്ങളും പിടിച്ചുപറിയും ഡക്കോയിറ്റൊക്കെ നടത്തുന്നവർ അവരത് അനുഭവിച്ച് തന്നെ മുന്നോട്ട് പോവുള്ളൂ. സാർ, ഇപ്പോൾ ഏകദേശം ഈ സ്വർണ്ണക്കൊള്ളയിൽ കുറച്ചെങ്കിലും സ്വർണം കണ്ടെടുത്തിട്ടുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് ആദ്യഘട്ടത്തിൽ ചർച്ച ചെയ്യുകയും ചെയ്തതാണ്. ഈ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഗൂഢാലോചനയുടെ ചുരുൾ അഴിയുമോ ഈ രണ്ടാം ഘട്ട അന്വേഷണത്തിൽ? സാറിന് പ്രതീക്ഷയുണ്ടോ? തീർച്ചയായിട്ടും അഴിയും. കാരണം 38 കിലോ, അതുകൊണ്ട് ഞാൻ തുടക്കം മുതലേ അത് പലരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. സ്വർണം നമുക്ക് കൃത്യമായി അവിടെ വന്നതിന് കണക്കുള്ളത് 44 കിലോ 800 ഗ്രാമാണ്. അത് കൃത്യം കണക്കാണ്. അന്ന് തന്നെ അത് പൂശിക്കഴിഞ്ഞപ്പോൾ 6 കിലോ മിച്ചം വന്ന് ആര് കൊണ്ടു? 6 കിലോയാണ് വിചാരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന എമൗണ്ട് വളരെ വലുതാണ്. 6 കിലോ സ്വർണ്ണമാണ് പോയിരിക്കുന്നത്.
പൂശുന്ന സമയത്ത് തന്നെ 6 കിലോ സ്വർണം പോയിരിക്കുന്നു. അന്ന് പൂശിൻ്റെ മേൽനോട്ടം വഹിച്ചത് ആര്, പൂശുന്ന സമയത്ത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആര്, അന്ന് ഇതെല്ലാം കൈകാര്യം ചെയ്തതാണ്. അന്ന് ആ കാലഘട്ടത്തിൽ ഈ മുരാരി ബാബുവിനെ പോലൊരു കഥാപാത്രം ഉണ്ടോ, അല്ല ഇയാൾ തന്നെയായിരുന്നോ അന്ന് ചുക്കാൻ പിടിച്ചു എന്നുള്ള കാര്യം അടുത്ത അന്വേഷണത്തിൽ അത് കൃത്യമായിട്ട് വരും. ഇപ്പോൾ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത്. ഒരു തരികിടയും നടക്കില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണ റിപ്പോർട്ട് സർക്കാരിന് എത്രത്തോളം നിർണായകമാണ്? സർക്കാർ ഇതിനകത്ത് മാറി വരും സർക്കാർ അവർ കൈയൊഴിയും. പക്ഷേ സർക്കാർ നിയോഗിച്ച ദേവസ്വം ബോർഡ് മന്ത്രിമാരുണ്ടാവും ഓരോ കാലഘട്ടത്തിൽ. അവരിതിൻ്റെ ആൻസറുകളാണ്. അത് സർക്കാരിന് തീർച്ചയായിട്ടും ഈ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞും കുറേയൊക്കെ അവരുടെ ഇമേജ് കളയും. അതേസമയത്ത് വിക്ടിമൈസ് ചെയ്യാം സർക്കാരിനെ. അവരുടെ മന്ത്രിയെ തള്ളിപ്പറയാം, അവരുടെ മന്ത്രിയെ അയാൾ സർക്കാർ അറിയാതെയാണ് ഇതുപോലെയുള്ള കൃത്രിമം കാണിച്ച് അയാളുടെ സ്വന്തമായ പേഴ്സണലായ നേട്ടത്തിന് വേണ്ടി ചെയ്തു. അതിനകത്ത് സർക്കാർ ഉത്തരവാദിത്തം പറയേണ്ട കാര്യമില്ല. പക്ഷേ സർക്കാരിന് തീർച്ചയായിട്ടും അതൊരു ബ്ലെയിമാണ്. അവർക്ക് അവരുടെ ഇമേജ് തകരും. ഇപ്പം വന്നിരിക്കുന്ന സംഭവങ്ങളിൽ നിന്ന് തീർച്ചയായിട്ടും ശബരിമലയിലെ സംഭവം അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ മേധാവികൾ തന്നെയാണ് അവിടെ പ്രസിഡൻ്റായിട്ടും മറ്റ് ഭാരവാഹിത്വത്തിന് വരുന്നത്. അത് ദുരുദ്ദേശപരമായിരുന്നോ എന്നുള്ള കാര്യം ഈ അന്വേഷണത്തോടുകൂടി കോടതിക്ക് ബോധ്യപ്പെടും. സാർ, ഒരുപക്ഷെ ഈ SITയുടെ അന്വേഷണത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകൾ ഉണ്ടെങ്കിൽ അത് CPM എന്ന പാർട്ടിക്ക് തന്നെ തിരിച്ചടിയാകുമോ? ഏതെങ്കിലും രീതിയിൽ CPMനെ ബാധിക്കുമോ? അത് എത്രത്തോളം പറയാം. രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ CPMൻ്റെ ഗവൺമെൻറ് അറിഞ്ഞാണോ ഇത്? കാരണം അതിൻ്റെയൊക്കെ എവിഡൻസ് വരണം. അറിഞ്ഞാണോ ഈ കൊള്ള നടന്നത് എന്നുള്ള കാര്യമാണ്. പക്ഷേ CPMന് അതിനകത്ത് കൃത്യമായി ഒഴിയാൻ പറ്റും. കാരണം ഒരു മന്ത്രിയെ കൊടുത്തിട്ടുണ്ട്. ആ മന്ത്രി ദേവസ്വം ബോർഡ് മന്ത്രിയാണ്. ആ മന്ത്രിക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം. കൂട്ടുത്തരവാദിത്തം സർക്കാരിനുണ്ടെങ്കിലും ആ മന്ത്രിയെ സർക്കാർ അറിയാതെ ഇതുപോലെയുള്ള കള്ള ഇടപാടുകൾ നടത്തിയതാണെന്ന് പറഞ്ഞ് സർക്കാരിനെ തീർച്ചയായിട്ടും ഒഴിയാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സർക്കാരിനും ഒരു മന്ത്രിയെ ദേവസ്വം ബോർഡിൽ നിയമിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള തട്ടിപ്പ് നടക്കാതിരിക്കാൻ ആ മന്ത്രി അത് മോണിറ്റർ ചെയ്യണം. അയാളൊരു സത്യസന്ധനായിരിക്കണം. അയാളും അതിനകത്ത് ഭാഗമാക്കുകയോ പണം അടിച്ചു മാറ്റുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും പ്രതിയാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.